Module 4, Lecture 14. ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീംസ് ആണ്. സോ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. എ ടിപ്പിക്കൽ ഓവർഹാങ് ബീം ഈസ് ഷോൺ ഇൻ ഫിഗർ ഫോർ വിച്ച് influence line diagram for the following are drawn. Reaction at support A, reaction at support B, shear force at section D, bending moment at section D, shear force at section E, bending moment at section E. ഇത്രയും ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും എന്തിനായിരിക്കും? ഒരു മൂവിങ് ലോഡിനായിരിക്കും. സോ ഫിഗർ എ ബി, എ എന്ന് പറഞ്ഞൊരു ഹിഞ്ചഡ്, ബി റോളർ സപ്പോർട്ട്, നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞ പോയിന്റും ഇ എന്ന് പറഞ്ഞ പോയിന്റും. ഡി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഇസഡ് ഫ്രം എ ആൻഡ് ഇ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് Z1 ഫ്രം ഇ. നമുക്ക് ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? റിയാക്ഷൻ അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ റിയാക്ഷൻ. എ എന്ന് പറഞ്ഞ പോയിന്റ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു യൂണിറ്റ് ലോഡ് എ ബി സ്പാനിൽ പ്ലേസ് ചെയ്യാം. എ ബി സ്പാനിൽ പ്ലേസ് ചെയ്യാം. ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഡി. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഡി. ഇനി നമുക്ക് വേണ്ടത് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ റിയാക്ഷൻ ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് ബി എടുക്കാം. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള മൊമെന്റ് എടുക്കാം. അപ്പോൾ ആർ എ ഇൻറ്റു എൽ മൈനസ് ഇതെന്താ 1 കിലോ ന്യൂട്ടൺ. 1 കിലോ ന്യൂട്ടൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് -1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് വരും? ഇത് എക്സ് ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ മൈനസ് എക്സ്. നമുക്ക് ഇക്വേഷൻ നോക്കാം. ആർ എ ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു ആർ എ ഇൻറ്റു എൽ മൈനസ് 1 ഇൻറ്റു എൽ മൈനസ് എക്സ്. അപ്പോൾ ആർ എയുടെ ഇക്വേഷൻ കിട്ടി എൽ മൈനസ് എക്സ് ബൈ എൽ. ഇനി 1 കിലോ ന്യൂട്ടൺ ലോഡ് എയിലെത്തിയപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എക്സിന്റെ അടുത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്ത് വന്നു? റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു 1. റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു 1. ഇനി 1 കിലോ ന്യൂട്ടൺ ലോഡ് ബിയിൽ നിൽക്കുവാണെങ്കിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് ബിയിൽ വന്നപ്പം എക്സിന്റെ വാല്യൂ എന്താവും? എക്സ് വിൽ ബി ഈക്വൽ ടു എൽ. അപ്പോൾ എൽ മൈനസ് എൽ 0. റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റിൽ വന്നപ്പോൾ റിയാക്ഷൻ വാല്യൂ 1. പിന്നെ ആസ് 1 കിലോ ന്യൂട്ടൺ ലോഡ് മൂവ്സ് ടു ബി എന്ത് ചെയ്തു? റിയാക്ഷൻ വാല്യൂ ഡിക്രീസ് ചെയ്തു. എയിലെ റിയാക്ഷൻ വാല്യൂ ഡിക്രീസ് ചെയ്തു. 1 കിലോ ന്യൂട്ടൺ ബിയിൽ എത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്താ വന്നേ? റിയാക്ഷൻ എയിൽ ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ 0 ആയി. ഇനി നമുക്ക് എന്ത് വേണം? ഇനി അടുത്ത സ്പാനിലും കൂടി കൺസിഡർ ചെയ്യണം. ബി സി സ്പാനിൽ ലോഡ് എത്തുമ്പോൾ എയിലുണ്ടാവുന്ന റിയാക്ഷൻ. അതിനെന്താ ചെയ്യുക? ബി സി സ്പാനിൽ പോയിന്റ് ലോഡ് പ്ലേസ് ചെയ്യും. 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്യും അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം സി. നമുക്ക് ചെക്ക് ചെയ്യാം. 1 കിലോ ന്യൂട്ടൺ ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം സി. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് ബി, ബിക്കോസ് റിയാക്ഷൻ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർ എ ഇൻറ്റു എൽ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് ആർ എക്ക് ഇക്വേഷൻ കിട്ടി മൈനസ് ഇൻറ്റു എ മൈനസ് എക്സ് ബൈ എൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 കിലോ ന്യൂട്ടൺ ലോഡ് സി പോയിന്റ് എത്തിയപ്പോൾ എക്സിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ റിയാക്ഷൻ എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ബൈ എൽ. വെൻ 1 കിലോ ന്യൂട്ടൺ ഈസ് അറ്റ് ബി, 1 കിലോ ന്യൂട്ടൺ ലോഡ് ബിയിൽ എത്തുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് ഈസ് ഈക്വൽ ടു എ കൊടുക്കുമ്പോൾ എ മൈനസ് എ. അപ്പോൾ റിയാക്ഷൻ എ 0. അപ്പോൾ ബി പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? 0 ആണ്. ബി പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് വരുമ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് 1 കിലോ ന്യൂട്ടൺ എന്നൊരു മൂവിങ് ലോഡ് ഉണ്ടായിരുന്നു. ഈ 1 കിലോ ന്യൂട്ടൺ മൂവിങ് ലോഡ് എ പോയിന്റിലെത്തിയപ്പോൾ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ വാല്യൂ, ആർ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ വാല്യൂ 1. ഈ 1 കിലോ ന്യൂട്ടൺ ലോഡ്
മൂവ് ചെയ്ത് എന്ത് ചെയ്തു, ബിയിലെത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്താ വന്നേ, റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു 0. ദാണ്ടെ റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു 0. ദാണ്ടെ at Bx is equal to reaction at A is equal to 0. ഇനി ആ 1 kilonewton ലോഡ് സി പോയിന്റിലെത്തിയപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്താ വരുന്നത്, റിയാക്ഷൻ അറ്റ് എ is equal to -A/L. ഇതെന്താ മനസ്സിലാവുന്നേ, ലോഡ് എയിലെത്തിയപ്പോൾ റിയാക്ഷൻ വാല്യൂ 1. അങ്ങനെ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നതനുസരിച്ച് എന്ത് ചെയ്തു, എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. ലോഡ് ബിയിലെത്തിയപ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ 0. ലോഡ് ഫർദർ ട്രാവൽ ചെയ്തപ്പോൾ എയിൽ ഈ പറയുന്ന സപ്പോർട്ട് എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ എന്തായി, നെഗറ്റീവ് റിയാക്ഷൻ ആണ് എയിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സപ്പോർട്ട് റിയാക്ഷൻ എ. ദാണ്ടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ എ. അപ്പോൾ ലോഡ് 1 kilonewton എ പോയിന്റിൽ നിന്നപ്പോൾ എന്താ റിയാക്ഷൻ A1. അങ്ങനെ ലോഡ് മൂവ് ചെയ്ത അനുസരിച്ച് എന്ത് ചെയ്തു, ലോഡ് ബി പോയിന്റിൽ എത്തിയപ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ എന്താണ്, 0 ആണ്. ലോഡ് സി പോയിന്റിൽ എത്തിയപ്പോൾ എയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ ആണ് -A/L. ഇനി അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് ബി. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ ബി. എ ബി സ്പാൻ്റെ ഇടയിൽ 1 kilonewton ലോഡ് പ്ലേസ് ചെയ്തു. 1 kilonewton പ്ലേസ് ചെയ്തു. ഇനി ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ, നമുക്ക് എന്താ വേണ്ടത്, റിയാക്ഷൻ ബി ആണ് വേണ്ടത്. അപ്പോൾ എ പോയിന്റിലേക്കുള്ള മൊമെന്റ് എടുത്തു, 1 into x minus RB into L. 1 into x minus RB into L. എന്നിട്ട് നമുക്ക് ആർ ബിക്ക് ഒരു ഇക്വേഷൻ കിട്ടും, RB is equal to x divided by L. ഇനി എന്താ നോക്കുന്നത്, 1 kilonewton ലോഡ് എയിൽ എത്തിയപ്പോൾ എന്തായിരുന്നു എക്സിന്റെ വാല്യൂ, എക്സ് വിൽ ബി 0. അപ്പോൾ ഇക്വേഷനിൽ അറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ റിയാക്ഷൻ ബി എന്തായി, 0 ആയി. അപ്പോൾ എന്താ മനസ്സിലായത്, ലോഡ് 1 kilonewton ലോഡ് എ പോയിന്റിൽ എത്തിയപ്പോൾ റിയാക്ഷൻ ബിയിലുണ്ടായ റിയാക്ഷൻ 0 ആണ്. ഇനി എന്ത് ചെയ്യാണ്, ഈ 1 kilonewton ലോഡ് ട്രാവൽ ചെയ്ത് ബിയിലെത്തിയപ്പോൾ എക്സിന്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു എൽ, എക്സ് ഈസ് ഈക്വൽ ടു എൽ കൊടുക്കുവാണ്. അപ്പോൾ L/L ഈസ് ഈക്വൽ ടു 1. അറ്റ് ബി എക്സ് ഈസ് ഈക്വൽ ടു എൽ, RB ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ മനസ്സിലായത്, വെൻ ലോഡ് റീച്ചസ് ബി, 1 kilonewton ലോഡ് ബിയിലെത്തിയപ്പോൾ ബിയിലുണ്ടായ റിയാക്ഷൻ 1 ആണ്. ഇനി നമുക്ക് എന്ത് വേണം, ഈ 1 kilonewton ലോഡ് ഇപ്പുറത്തെത്തുമ്പോൾ റിയാക്ഷൻ അറ്റ് ബി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്ത് വേണം, നമുക്ക് 1 kilonewton ബി സിക്ക് ഇടയിൽ പ്ലേസ് ചെയ്ത് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. 1 kilonewton ലോഡ് ബി സി സ്പാൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ചെയ്യാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ചെയ്യുമ്പോൾ RB into L, പിന്നെ ദാണ്ടെ 1 kilonewtonന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 into L plus A minus X. ഇക്വേഷൻ നോക്കാം. RB into L 1 into L plus A minus X. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്ത്, RBക്ക് ഒരു ഇക്വേഷൻ എഴുതി, A minus X plus L divided by L. ഇനി 1 kilonewton ലോഡ് സി പോയിന്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സി പോയിന്റിലെത്തി. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, എക്സ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ അറ്റ് സി ആർ ബിയുടെ വാല്യൂ എ പ്ലസ് എൽ ഡിവൈഡഡ് ബൈ എൽ. ഇനി 1 kilonewton ലോഡ് ബിയിലെത്തി. 1 kilonewton ലോഡ് ബിയിലെത്തിയപ്പോൾ എക്സ് ഡിസ്റ്റൻസ് എന്തായി, എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സ് ഇസ് ഈക്വൽ ടു
എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ മൈനസ് എ പ്ലസ് എൽ ബൈ എൽ. അപ്പോൾ ഈ ടേം 0 ആവും, എൽ ബൈ എൽ 1. അപ്പോൾ റിയാക്ഷൻ ബി 1. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ക്ലിയർ ആയി? 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റിലായിരുന്നപ്പോൾ റിയാക്ഷൻ ബി എന്തായിരുന്നു? റിയാക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0. ഇനി ഈ 1 കിലോ ന്യൂട്ടൺ ട്രാവൽ ചെയ്ത് ബിയിലെത്തി. ബിയിലെത്തിയപ്പോൾ റിയാക്ഷൻ ബി എത്ര വന്നു? റിയാക്ഷൻ ബി ഇസ് ഈക്വൽ ടു 1. ഇനി 1 കിലോ ന്യൂട്ടൺ വീണ്ടും ട്രാവൽ ചെയ്ത് സിയിലേക്ക് എത്തി. സിയിലേക്ക് എത്തിയപ്പോൾ റിയാക്ഷൻ ബി വാല്യൂ ആർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എൽ ബൈ എൽ. അപ്പോൾ റിയാക്ഷൻ ബിയിൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എയിൽ എന്താണ്? 0 ആണ്. പിന്നെ ബിയിലേക്ക് എത്തിയപ്പോൾ എന്തായി? 1 കിലോ ന്യൂട്ടൺ ആയി. സിയിലേക്ക് എത്തിയപ്പോൾ ബിയിലുണ്ടായ റിയാക്ഷൻ എ പ്ലസ് എൽ ബൈ എൽ. അപ്പോൾ റിയാക്ഷൻ ബി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്, ഡിക്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ എയിലുണ്ടായിരുന്നപ്പോൾ ബിയിലെ റിയാക്ഷൻ 0 ആയിരുന്നു. ഇതിങ്ങനെ ലോഡ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നതനുസരിച്ച് എന്ത് ചെയ്തു? ബിയിലുണ്ടായ റിയാക്ഷനും ഇൻക്രീസ് ആയിട്ട് വന്നു. സിയിലേക്ക് എത്തിയ അനുസരിച്ച് ബിയിൽ ഡെവലപ്പ് ചെയ്ത റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഡി. ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് എന്ത് വേണം? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യണം. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എബൌട്ട് ഡി പോയിന്റ്. ഡി പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ എ ഡി എന്ന് പറഞ്ഞ പോർഷന്റെ ഇടയ്ക്ക് ഒരു യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തിട്ട് ഫോർ പോർഷൻ എ ഡിയിൽ ഒരു ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുവാണ്. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് എ ഡി. ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്? സെക്ഷൻ എടുത്തിരിക്കുന്നത്, എക്സ് എക്സ്. ആ സെക്ഷൻ എടുത്തിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ നമുക്ക് എടുക്കാം ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സെക്ഷന്റെ റൈറ്റ് സൈഡ് ആണ്. അപ്പോൾ ഇതെന്താണ്? എ ബി എന്ന് പറഞ്ഞ ഒരു സ്പാൻ ആണ്. എ ബി എന്ന് പറഞ്ഞ സ്പാനിൽ ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് വേണ്ടേ? ഇതാണ് ഡി പോയിന്റ്. ഷിയർ ഫോഴ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? ഇവിടെ ആണ് 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തത്. ഇനി എന്ത് വേണം? ഈ ഒരു പോർഷന്റെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് എബൌട്ട് ഡി എന്ത് ചെയ്തു? ഒരു സെക്ഷൻ എടുത്തു. സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഏത് പോർഷൻ എടുത്താലും സെയിം ആൻസർ ആണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ റൈറ്റ് സൈഡാണ് കൺസിഡർ ചെയ്തത്. റൈറ്റ് സൈഡിൽ എന്തേ ഉള്ളൂ? ഒരു ആർ ബി വാല്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തത്. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എഫ് എ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബി എന്ന് വന്നു. മൈനസ് ആർ ബി വരാൻ കാര്യം ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് റൈറ്റ് സൈഡിലെ ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് എഫ് എ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബി എന്ന് വന്നത്. ഇനി ആർ ബിയുടെ വാല്യൂ എക്സ് ബൈ എൽ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്. ആർ ബി ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ബൈ എൽ ഇവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ആ മൈനസ് സൈനും പ്ലേസ് ചെയ്തു. ഇനി 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റിലാണ് നിൽക്കുമ്പോൾ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ എൽ. Therefore shear force at A is equal to 0. When 1 kilo Newton load reaches D, അപ്പോൾ എന്ത് വരും? X is equal to Z. X is equal to Z പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എഫ് ഡി is minus Z by L. അപ്പോൾ shear force at D minus Z by L. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ലോഡ് എയിലായിരുന്നപ്പോൾ ഷിയർ ഫോഴ്സ് എന്തായിരുന്നു? 0 ആയിരുന്നു. ലോഡ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് എന്താ ചെയ്യുന്നത്? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആ വരുന്നത്. ഡിയിൽ വന്ന വാല്യൂ മൈനസ് ഇസഡ് ബൈ എൽ. ഇനി അടുത്ത എന്ത് വേണം? നമുക്ക് ഡി ബി എന്ന് പറഞ്ഞ പോർഷനിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ത് വരുമെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡി ബി എന്ന് പറഞ്ഞ പോർഷനിൽ എന്ത് ചെയ്യും? യൂണിറ്റ് ലോഡ് എടുക്കും. യൂണിറ്റ് ലോഡ് എടുത്തിട്ട് നമ്മുടെ കൺസിഡർ ചെയ്ത സെക്ഷന്റെ ലെഫ്റ്റ് പോർഷനോ റൈറ്റ് പോർഷനോ എടുക്കും.
ഇതാണ്ടേ ഡി ബി എന്ന് പറഞ്ഞ പോർഷനിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് കൊടുത്തു. എന്നിട്ട് സെക്ഷൻ ഇതായിരുന്നു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ആണ് എടുത്തത്. ലെഫ്റ്റ് സൈഡ് എടുക്കാൻ കാര്യം ഇവിടെ നമുക്ക് ആകപ്പാട് ആർ എന്ന് പറഞ്ഞ ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ എഫ് ഡി ബി ഈസ് ഈക്വൽ ടു ആർ എ. ആർ എയുടെ വാല്യൂ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ നിന്ന് എടുത്തു. എൽ മൈനസ് എക്സ് ബൈ എൽ, എൽ മൈനസ് എക്സ് ബൈ എൽ യൂണിറ്റ് ലോഡിന്റെ ഫോർ സ്പാൻ എ ബി ILD ഫോർ ആർ ഐ എന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൽ മൈനസ് എക്സ് ബൈ എൽ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ മൈനസ് എക്സ് ബൈ എൽ. ഇനി നോക്കുന്നത് വെൻ യൂണിറ്റ് ലോഡ് ഈസ് അറ്റ് ഡി. യൂണിറ്റ് ലോഡ് ഈസ് അറ്റ് ഡി ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് വിൽ ബി ഈക്വൽ ടു ഇസഡ്. അപ്പോൾ എഫ് ഡി എൽ മൈനസ് ഇസഡ് ബൈ എൽ. ഇനി അടുത്തത് യൂണിറ്റ് ലോഡ് മൂവ് ചെയ്ത് ബിയിലെത്തി. ബിയിലെത്തുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു എ ബി ലെങ്ത് ആയിരിക്കും. എ ബി ലെങ്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എൽ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എൽ. എൽ മൈനസ് എൽ 0. അപ്പോൾ എന്താ മനസ്സിലായത്? ലോഡ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ റിയാക്ഷൻ എ എന്തായിരുന്നു? ഷിയർ ഫോഴ്സ് അറ്റ് എ 0. അതാണ്ടേ ഷിയർ ഫോഴ്സ് അറ്റ് എ 0. പിന്നെന്ത് വന്നു? മൂവ് ചെയ്തനുസരിച്ച് മൈനസ് ഇസഡ് ബൈ എൽ വന്നു. അപ്പോൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് 0 ആയിരുന്നു. പിന്നെന്ത് വന്നു? മൈനസ് 1 സെക്കൻഡ്. ഇതാണ്ടേ ഷിയർ ഫോഴ്സ് 0 ആയിരുന്നു ഫസ്റ്റ്. പിന്നെന്തായിരുന്നു? മൈനസ് ഇസഡ് ബൈ എൽ. ഷിയർ ഫോഴ്സ് അറ്റ് ഡി മൈനസ് ഇസഡ് ബൈ എൽ. ഇനി ഡി ബി സ്പാനിലേക്ക് ലോഡ് വന്നപ്പോൾ എന്താ ചെയ്തേ? ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ത് വന്നു? എൽ മൈനസ് ഇസഡ്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ എന്തായി? ലോഡ് സെക്ഷൻ പോയിന്റ് ഡിയുടെ റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ പ്ലസ് വാല്യൂ വന്നു, എൽ മൈനസ് ഇസഡ് ബൈ എൽ. അപ്പോൾ ഇവിടുന്ന് എന്തുണ്ടാവും? ഒരു ജമ്പ് ഉണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതാണ് എൽ മൈനസ് ഇസഡ് ബൈ എൽ. എന്നിട്ട് എന്ത് ചെയ്തു? ബിയിലേക്ക് വരുമ്പോൾ അത് വീണ്ടും എന്തായി? ഷിയർ ഫോഴ്സ് ബിയിൽ 0 ആയിട്ട് മാറി. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പാൻ ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് വേണം? ബി സി സ്പാനിൽ 1 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യണം. 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് ഇക്വേഷൻ, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. യൂണിറ്റ് ലോഡ് ബി സി സ്പാനിൽ പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം സി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ അബൌട്ട് ഡി പോയിന്റ് ആയിരുന്നു നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിയിൽ സെക്ഷൻ വരച്ചു. ഡിയിൽ സെക്ഷൻ വരച്ചിട്ട് ഡിയുടെ എന്ത് ചെയ്യാം? ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കാം, റൈറ്റ് പോർഷൻ എടുക്കാം. ഏത് സൈഡ് എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആറയുടെ ലെഫ്റ്റ് സൈഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ബി സി ഈസ് ഈക്വൽ ടു ആർ എ. അപ്പോൾ ബി സി സ്പാനിൽ റിയാക്ഷൻ ആറയുടെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ബി സി സ്പാനിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് നിൽക്കുമ്പോൾ റിയാക്ഷൻ വാല്യൂ മൈനസ് ഇൻറ്റു എ മൈനസ് എക്സ് ബൈ എൽ. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഇൻറ്റു എ മൈനസ് എക്സ് ബൈ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം യൂണിറ്റ് ലോഡ് സി പോയിന്റിൽ നിൽക്കുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. therefore ഷിയർ ഫോഴ്സ് മൈനസ് എ ബൈ എൽ. ഇനി 1 കിലോ ന്യൂട്ടൺ ലോഡ് ബി പോയിന്റിൽ വരുമ്പോൾ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് ഈസ് ഈക്വൽ ടു എ എടുക്കുമ്പോൾ എ ഇൻറ്റു മൈനസ് എ. അപ്പോൾ എന്ത് വരും? ഷിയർ ഫോഴ്സ് ബി പോയിന്റിൽ 0 ആയിരിക്കും. അപ്പോൾ എന്ത് ക്ലിയർ ആയി? ഇവിടെ സി എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ബിയിലേക്ക് വരുമ്പോൾ എന്തായി? അത് ബിയിൽ 0 ആണ്. അതാണ്ടേ ഷിയർ ഫോഴ്സ് അറ്റ് ബി 0. സിയിൽ മൈനസ് എ ബൈ എൽ. നേരത്തെ ഡി ബി സ്പാൻ ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു വന്നേ? ബി എന്ന് പറഞ്ഞ പോർഷനിൽ 0 തന്നെയായിരുന്നു വന്നത്. അതാണ്ടേ ബി എന്ന് പറഞ്ഞ പോർഷനിൽ 0 വന്നു. എഫ് ഡിയിൽ എൽ മൈനസ് ഇസഡ് ബൈ എൽ. എൽ മൈനസ് ഇസഡ് ബൈ എൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. പിന്നെന്തായിരുന്നു വന്നേ? എ ഡി എടുത്തപ്പോൾ എയിൽ 0, ഡിയിൽ മൈനസ് ആയിരുന്നു വന്നേ. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ സെക്ഷൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം അറ്റ് സെക്ഷൻ ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്. ഇവിടെ എന്താണ്? മൈനസ് എൽ ബൈ ഇസഡ്
ഇവിടെ വന്നിരുന്ന വാല്യൂ എൽ മൈനസ് ഇസഡ് ബൈ എൽ, ബിയിൽ വരുമ്പോൾ എന്തായിരുന്നു 0 ആയി. ഇതാണ്ടേ ഫിഗർ വരച്ചത് കാണിക്കാം. ഇതാണ്ടേ ഷിയർ ഫോഴ്സ് അറ്റ് ഡി 0 ഇസഡ് ബൈ എൽ, എൽ മൈനസ് ഇസഡ് ബി, ബിയിൽ 0 പിന്നെ മൈനസ് എ ബൈ എൽ. സിംപ്ലി സപ്പോർട്ടഡ് വരച്ച് എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് വരയ്ക്കുന്നത്, അതേ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ ഒരു സ്പാൻ എക്സ്ട്രാ വരുന്നതുകൊണ്ട്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്പാൻ എക്സ്ട്രാ വരുന്നത് കൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഡെറിവേഷൻ കൂടി വരുന്നേ ഉള്ളൂ എല്ലാ കേസിലും. ഇനി അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് ഡി. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത കണക്ക് തന്നെ സെക്ഷൻ എടുക്കുക, എന്നിട്ട് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. ചെക്ക് ചെയ്യാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ലോഡ് ഇൻ സ്പാൻ എ ഡി. സോ നമുക്ക് എന്താ വേണ്ടേ, ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്തു, എ ഡി പോർഷനിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് വേണം, ഈ പോർഷന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ എം എ ഡി, എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ കൺസിഡർ ചെയ്ത സെക്ഷന്റെ ലെഫ്റ്റ് പോർഷനിൽ ലോഡ് ഫുൾ എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് പോർഷന്റെ ലോഡും റിയാക്ഷനും ഒക്കെ എടുക്കാം. ഇവിടെ റൈറ്റ് പോർഷൻ എടുത്താൽ എന്തേ ഉള്ളൂ, ആർ ബി എന്ന് പറഞ്ഞ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെടുത്താൽ മതി, ആർ ബി ഇൻറ്റു ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എൽ ബൈ ഇസഡ്, ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ്. ഈ ആർ ബി എന്താ കോസ് ചെയ്യുന്നത്, ഡിയിലൊന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സാഗിങ് ആയിരിക്കും, അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ മൊമെന്റ് അറ്റ് ഡി എ ബി സ്പാനിലെ ഇക്വേഷൻ വരുന്നത് എം എ ഡി ഇസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ്. അതെ, ആർ ബി ഇൻറ്റു എൽ മൈനസ് ഇസഡ്. ആർ ബിയുടെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ് ബൈ എൽ. അപ്പോൾ ഇക്വേഷൻ എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്. ഇനി ലോഡ് 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റിലായിരിക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇക്വേഷനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയിൽ മൊമെന്റ് 0, എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി വെൻ യൂണിറ്റ് ലോഡ് ഈസ് അറ്റ് ഡി, യൂണിറ്റ് ലോഡ് ഡിയിലാകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ്, എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഡി ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇസഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്. അടുത്ത പാർട്ട് യൂണിറ്റ് ലോഡ് എന്ത് ചെയ്യുന്നു, ഡി ബി പോർഷനിൽ പ്ലേസ് ചെയ്യാണ്. ഡി ബി പോർഷനിൽ പ്ലേസ് ചെയ്ത് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുവാണ്. ഡി ബി പോർഷനിൽ ലോഡ് പ്ലേസ് ചെയ്തു, നമുക്ക് ഈ പോർഷന്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതുവാണ്. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്തു, സെക്ഷന്റെ ഒന്നെങ്കിൽ ലെഫ്റ്റ് പോർഷൻ എടുക്കാം അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എടുക്കാം. ഇവിടെ എളുപ്പം എന്താണ്, ലെഫ്റ്റ് സൈഡ് എടുക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു റിയാക്ഷനേ ഉള്ളൂ. അപ്പോൾ ആർ എ ഇൻറ്റു ഇസഡ്, ആർ എ ഇൻറ്റു ഇസഡ് ഇതെന്തായിരിക്കും, സാഗിങ് ആണ് ക്ലോസ് ചെയ്യുന്നത്, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ. ആർ എ ഇൻറ്റു ഇസഡ്, ആർ എയുടെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് എൽ മൈനസ് എക്സ് ബൈ എൽ ഇൻറ്റു ഇസഡ്. ഇനി അറ്റ് ഡി യൂണിറ്റ് ലോഡ് ഡി പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ആയിരിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ മൈനസ് ഇസഡ് ബൈ എൽ. അപ്പോൾ ഇവിടെയും കിട്ടിയ എന്തായിരുന്നു, മൊമെന്റ് ഡി ഇസഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഇസഡ്. അത് തന്നെയാണ് ഇത്, ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ. അപ്പോൾ മൊമെന്റ് ഡി ലോഡ് എ ഡി പോർഷനിലോ ഡി ബി പോർഷനിലോ ആണെങ്കിലും ഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് എന്താണ്, സെയിം ആണ്. ഇനി അറ്റ് ബി പോയിന്റിലേക്ക് ലോഡ് എത്തുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് ഈസ് ഈക്വൽ ടു എൽ, ഈ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊമെന്റ് അറ്റ് ബി 0 ആണ് വന്നത്. എന്താണ്, എക്സിന്റെ അടുത്ത് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ മൈനസ് എൽ എന്തായി, 0 ആയിട്ട് മാറി. അപ്പോൾ മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം, സ്പാൻ ബി സിയുടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ബി സിയിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു,
സെക്ഷൻ എവിടെയാണ്? ഡിയിൽ തന്നെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡി പോയിന്റിന്റെ അല്ലേ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഡി പോയിന്റിൽ സെക്ഷൻ എടുത്തു. ഇവിടെ നമുക്ക് ഏത് പോർഷൻ എടുക്കാം? ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റിൽ നമുക്ക് എന്തേ ഉള്ളൂ? അകപ്പാട് ഒരു ലോഡേ ഉള്ളൂ. അപ്പം മൊമെന്റ് ബി സി പോർഷന്റെ മൊമെന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആർ എ ഇൻറ്റു ഇസഡ്, ആർ എ ഇൻറ്റു ഇസഡ്, ആർ എ ഇൻറ്റു ഇസഡ് ചെയ്യുമ്പോൾ എന്നിട്ട് ആർ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആർ എയുടെ വാല്യൂ മൈനസ് എ മൈനസ് എക്സ് ബൈ എൽ ഫോർ പോർഷൻ സി ബി. ഫോർ പോർഷൻ ബി സിയിൽ ലോഡ് നിൽക്കുമ്പോൾ റിയാക്ഷൻ എ ഡെവലപ്പ് ചെയ്യുന്നത് എ മൈനസ് ഇൻറ്റു എ മൈനസ് എക്സ് ബൈ എൽ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് അറ്റ് സിയിൽ ലോഡ് നിൽക്കുമ്പോൾ സിയിലാണ് 1 കിലോ ന്യൂട്ടൺ നിൽക്കുന്നതെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എ ബൈ എൽ ഇൻറ്റു ഇസഡ്, മൈനസ് എ ബൈ എൽ ഇൻറ്റു ഇസഡ്. ഇനി ബിയിലേക്ക് ലോഡ് വന്നു. ബിയിലേക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, എക്സ് ഈസ് ഈക്വൽ ടു എ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂ കിട്ടി? bending moment at C minus A by L into Z, bending moment at B 0, bending moment at B 0. ഇനി bending moment at D Z into L minus Z by L. AD പോർഷൻ ചെയ്യുമ്പോഴും മൈനസ് AD പോർഷൻ ചെയ്യുമ്പോഴും Z into L Z by L into L minus Z. Moment at A is equal to 0. അപ്പം കിട്ടിയേക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. ഡി പോയിന്റിൽ വന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്. പക്ഷേ മൊമെന്റ് അബൌട്ട് സി എന്താണ്? സി പോയിന്റിലെ മൊമെന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് ഡി വരയ്ക്കുന്നത്. എയിൽ 0, ബിയിൽ വന്നപ്പോൾ ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ബൈ എൽ, ബിയിൽ വന്നപ്പോൾ മൊമെന്റ് വാല്യൂ 0 ആയി. പിന്നെ ഓവർ ഹാങ്ങിങ് പോർഷനിൽ മൊമെന്റിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, മൈനസ് എ ബൈ എൽ ഇൻറ്റു ഇസഡ്. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ഇ പോർഷൻ. ഇ എന്ന് പറഞ്ഞ പോർഷൻ എവിടെയായിരുന്നു ക്വസ്റ്റ്യനിൽ? ഇ എന്ന് പറഞ്ഞ പോർഷൻ ഓവർ ഹാങ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ്ടേ ഇ എന്ന് പറഞ്ഞ പോർഷൻ ഓവർ ഹാങ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇ എന്ന് പറഞ്ഞ പോർഷനിലെ ഷിയർ ഫോഴ്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ഇയിലാണ് സെക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് എ ബി എന്ന് പറഞ്ഞെടുത്ത് 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്തു. എന്നിട്ട് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എടുക്കാം. ഇവിടെ ഏതായിരിക്കും എടുക്കുന്നത്? സെക്ഷന്റെ റൈറ്റ് സൈഡ് എടുക്കാം. റൈറ്റ് സൈഡിൽ എന്തില്ല? ലോഡൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? എ ബിയിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് വാല്യൂ 0. ഷിയർ ഫോഴ്സ് അറ്റ് എ ബി ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്ത ബി ഇയിൽ നമുക്ക് 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്യാം. ബി ഇയിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് പ്ലേസ് ചെയ്താലും എന്നിട്ട് സെക്ഷൻ എടുത്തിരിക്കുന്ന ഇയിലാണ്, സെക്ഷൻ എടുക്കേണ്ട ഇയിലാണ്, ബിക്കോസ് സെക്ഷൻ ഇയിലെയാണ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? സെക്ഷന്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തു. റൈറ്റ് സൈഡിൽ ഫോഴ്സ് ഒന്നുമില്ല. ബി ഈസ് ഈക്വൽ ടു 0. അടുത്ത എന്താ ചെയ്യുന്നത്? ഇവിടെ പ്ലേസ് ചെയ്യും. ബി സി പോർഷനിൽ പ്ലേസ് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. സി ഇ ലെങ്ത് Z1 ആണെന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് സി ഇ ഈസ് ഈക്വൽ ടു 1. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആകെപ്പാടെ നമുക്ക് എന്തേ ഉള്ളൂ? ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് സി എക്സ് ഈസ് ഈക്വൽ ടു 0, 1 കിലോ ന്യൂട്ടൺ. ഇവിടെ എന്താണ്? എക്സിന്റെ ടേം ഒന്നുമില്ല. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഇത്രയും സ്പാനിലും എന്തില്ല? ഷിയർ ഫോഴ്സ് വാല്യൂ ഇല്ല. ഇയിലും സിയിലും മാത്രമേ ഉള്ളൂ ഷിയർ ഫോഴ്സ്. അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ പോയിന്റ്. ഇ എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അതും ഇതേ കണക്ക് തന്നെയാണ് വരിക. എ ബിയിലും ബിയിലും എന്ത് വരില്ല? മൊമെന്റ് വരത്തില്ല. ബിക്കോസ് എന്താണ്? നമ്മൾ സെക്ഷൻ എടുത്തു. സെക്ഷൻ എടുത്തിട്ട് എന്താ കൺസിഡർ ചെയ്യുന്നത്? റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യണം. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തില്ല? ലോഡില്ല. ഇനി ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്ത് നോക്കിയാലും ഇതിൻ്റെയൊക്കെ ഓൾജിബ്രായിക് സം ചെയ്ത് വരുമ്പോൾ 0 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. അത് കണക്ക് തന്നെ ഇതും എടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്
നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡ് എടുക്കും. അപ്പോൾ ആ രണ്ട് ടേമും എന്തായി, 0 ആയി പോകും. അതാണ് എ ബിയിലും ഇല്ല, ബിയിലും മൊമെന്റ് ഇല്ല. ഇനി ലാസ്റ്റ് എന്താണ്, സി ഈസ് സ്പാൻ. അവിടെ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അവിടുത്തെ മൊമെന്റ് വാല്യൂ കിട്ടാനായിട്ട് നണ്ടേ 1 കിലോ ന്യൂട്ടൺ. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസഡ് മൈനസ് എക്സ്. അപ്പോൾ ഈ 1 കിലോ ന്യൂട്ടൺ കൊണ്ട് ഇവിടെ എന്താ കോസ് ചെയ്യുന്നത്, ഹോഗിങ് ആണ്. അപ്പോൾ ഹോഗിങ് ആകുമ്പോൾ എന്താ, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും 1 ഇൻറ്റു Z1 മൈനസ് എക്സ് ആയിരിക്കും ഇക്വേഷൻ. -1 ഇൻറ്റു Z1 മൈനസ് എക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, അറ്റ് സിയിലാണെങ്കിൽ എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ 0. അപ്പോൾ എം സി ഇസ് ഈക്വൽ ടു മൈനസ് Z1. അപ്പോൾ അറ്റ് ഇയിലാകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു Z1, എം ഇ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ മുതൽ ഇ വരില്ല, സിയിൽ മാത്രം Z1. അപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ.